ഈ മനുഷ്യൻ ദിവസവും തന്റെ കത്തി മണലിലേക്ക് കുത്തിനോക്കുമായിരുന്നു. ഒരു ദിവസം അയാൾ മണലിൽ തൊട്ട നിമിഷം അത് പെട്ടെന്ന് താഴേക്ക് ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. ഇത് കണ്ട അയാൾ തന്റെ സംഘത്തെ അവിടേക്ക് ഉടൻ വിളിച്ചുവരുത്തി. മരുഭൂമിയിൽ കിണർ കണ്ടെത്താനുള്ള ഏറ്റവും പഴയ മാർഗമായിരുന്നു ഇത്. 3 ദിവസമായി അവർ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിരുന്നില്ല. ഇപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷകളും ഈ ഒരു കിണറിലായിരുന്നു. എന്നാൽ കിണറിന്റെ മൂടി തുറന്നപ്പോൾ എല്ലാവരുടെയും ഹൃദയം തകർന്നുപോയി. അതിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആഴത്തിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ക്യാപ്റ്റൻ ഒരു കല്ലെടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു. എന്നാൽ വെള്ളത്തിന്റെ ശബ്ദത്തിനു പകരം കിണറിന്റെ അടിത്തട്ടിൽ നിന്ന് കല്ല് തട്ടുന്ന കഠിനമായ ശബ്ദമാണ് കേട്ടത്. വിട്ടുകൊടുക്കാൻ ക്യാപ്റ്റൻ തയ്യാറായിരുന്നില്ല. കിണറ്റിലിറങ്ങി പരിശോധിക്കാൻ അദ്ദേഹം ഒരാളോട് ഉത്തരവിട്ടു. അങ്ങനെ കിണറ്റിലിറങ്ങിയ ആ മനുഷ്യന് വെറും മണൽ മാത്രമാണ് കണ്ടത്. എന്നാൽ ആ മനുഷ്യൻ മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഭിത്തിയിൽ നേരിയ നനവ് അയാൾക്ക് അനുഭവപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു മൂലയിൽ നിന്ന് ചെറിയൊരു ജലത്തുള്ളി സാവധാനം ഇറ്റുവീഴുന്നത് അയാൾ കണ്ടു. അമിതമായ സന്തോഷത്തോടെ അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും വെള്ളം ശേഖരിക്കാൻ ഒരു പാത്രം ആവശ്യപ്പെടുകയും ചെയ്തു. സംഘം വേഗത്തിൽ ഒരു ചെറിയ ലോഹപ്പെട്ടി അയാൾക്ക് നൽകി. ഓരോ തുള്ളിയും അയാൾ ശ്രദ്ധയോടെ ശേഖരിച്ച് അതിനുള്ളിൽ ഒഴിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 2 ലഞ്ച് ബോക്സുകൾ നിറയെ വെള്ളം ശേഖരിക്കാൻ അവർക്ക് കഴിഞ്ഞു. എല്ലാവർക്കും നല്ല ദാഹമുണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തരും 3 സിപ്പ് വീതം മാത്രമേ കുടിക്കാവൂ എന്ന് ക്യാപ്റ്റൻ ഉത്തരവിട്ടു. 3 ദിവസത്തെ ദാഹത്തിനു ശേഷം ഒടുവിൽ തങ്ങളുടെ ശരീരത്തിലേക്ക് ജീവൻ തിരികെ വരുന്നത് ആ സംഘം അനുഭവിച്ചറിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.